ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു സൺഡേ വ്ളോഗാണ് ഇന്നത്തെ. എൻ്റെ വ്ളോഗ് മുഴുവൻ ഒരു കല്യാണം കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കിന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ വെഞ്ഞാറമൂട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെ കാറ് വന്നിട്ടുണ്ട്, പോകണം. അത് കഴിഞ്ഞ് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുള്ളൂ. അപ്പം ഇൻ ബിറ്റ്വീനുള്ള സമയം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേ ആണ്. നോക്കാം. അവിടെ നിന്ന് ഇങ്ങ് കൊണ്ട് യൂട്യൂബിലെടുത്തു. അവളുടെ ക്ലാസ് ചോറ് കഴിച്ചിട്ട് ഇറങ്ങണ വരെ നിന്റെ വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ കുറച്ച് അഭിനയിക്കായിരുന്നു. ഇതേതോ ഒരു സ്ഥലമാണ്, പക്ഷെ നല്ലൊരു വൈബ് സ്ഥലം. അപ്പോൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ വരുവേ നിന്റെ ഡാൻസ് ഒക്കെ. മീറ്റ് മിസ്റ്റർ പേര് പറ. ശശികുമാർ. പോളിസി എടുക്കുന്നുണ്ടോ? വരൂ, ഫോം എടുക്കട്ടെ, പൂരിപ്പിക്കട്ടെ. കൊള്ളത്തില്ല. സുന്ദരിയാണോ? ആണോ? ആണോ? എന്തുവാടാ പറയണ്ടേ? കല്യാണമൊക്കെ കഴിഞ്ഞു തിരിച്ച് ഇവളുടെ വീട്ടിൽ വന്നു. ഇത് അബി. ഇവളുടെ വീട്ടിൽ വന്ന് ഉടുപ്പൊക്കെ മാറി. ഇവരുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവളുടെ വീടിൻ്റെ കുറച്ച് ബാക്കിലായിട്ട്, ഒത്തിരി പോണ്ട, കുറച്ച് ബാക്കിലായിട്ട് തന്നെ ഒരു നല്ല അമ്പലവും അതിനോട് ചേർന്ന് എന്തുള്ള ആറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, വാമനപുരം 6. പക്ഷെ നമുക്കിന്ന് അതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇറങ്ങാനല്ലെങ്കിലും പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇറങ്ങാൻ പറ്റുന്ന സമയങ്ങളുണ്ട്, ഒഴുക്കൊക്കെ കുറവുള്ളപ്പോൾ. അപ്പോൾ നല്ല ഒഴുക്കായിരിക്കും, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഒരു ഓണത്തിന് എന്നെ ഇതേപോലെ കാണാൻ വന്ന 2 പേര് തിരുവോണത്തിന്. അന്ന് ഞാൻ ആ തിരുവോണ പേര് സിനിമ പ്രാന്താണല്ലോ, ഞാൻ സിനിമ കാണാൻ പോയി. ആറ്റിങ്ങ ഗൗരി തിയേറ്ററില്. അപ്പൊ ഇവരിവിടെ വന്ന് നമുക്കൊരു കാല് വയ്യാത്ത മാമനുണ്ട്. ആ മാമ ഇതുവഴി ഈ വഴിയൊന്നും അല്ലായിരുന്നു അന്ന്. ഇതുവഴി ആ മാമൻ നടന്നു പോയി ഒരു ക്യാമറയോ കൊണ്ട് ആ പാറയുടെ പുറത്തിരുന്ന് ഫോട്ടോ എടുത്തു. ഇവരെന്ത് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങി. ആദ്യം കാൽ നനയ്ക്കാന്നും പറഞ്ഞിറങ്ങി. ഒരുത്ത അങ്ങ് അവിടെ പോയി ആറ്റിൽ പോയി.
അവനെ പിടിക്കാനായിട്ട് മറ്റോ എന്ത് ചെയ്ത് അന്ന് മഴയുള്ള സമയം തന്നെ. മഴയൊന്നും ഇല്ലായിരുന്നു അന്ന് തിരുവോണത്തിന്റെ അന്ന്. മറ്റോ കയറി പിടിച്ച് അവനെ കൊണ്ട് രണ്ടുപേരും താന്നു. ഒന്നും കിട്ടിയില്ല. രണ്ടുപേരെയും മരിച്ച്. രണ്ടുപേരും പോയി. പിന്നെ ഇവന്മാരെ എടുക്കാൻ ആരും ഇറങ്ങുന്നില്ല. നാളെ തിയേറ്ററിൽ നിന്ന് വന്ന് അവിടെ നിന്ന് ഇതുവരെ ഓടി. അന്ന് കൊച്ചല്ലേ, ഇവിടെ നിന്ന് ഇതുവരെ ഓടിയപ്പോ ശ്വാസം കിട്ടുന്നില്ല. ഓരോരുത്തർ പറഞ്ഞ് ഇവിടെ താന്ന് അവിടെ താന്ന് ഇവിടെ താന്ന് പറഞ്ഞു. അവസാനം എല്ലാ ഭാഗത്ത് മുക്കിലായിട്ട് നോക്കിയപ്പോ അവിടെ കിടക്കുന്ന രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചു. അയ്യോ പാവം. ഇറങ്ങുമില്ല. ഇതേപോലെ ഫോണും പിടിച്ചുകൊണ്ട് പോയി നമ്മള് പഴി നോക്കാൻ ചെന്ന് ഇറങ്ങും. ഫോൺ അങ്ങ് വെള്ളത്തിൽ വീഴും. ഇറങ്ങും അതിന്റെ മരത്തോടെ വീഴും. ഡോണ്ട് വറി അങ്കിൾ. അവിടെ വരെ നല്ല വെള്ളമുണ്ട്. നല്ല ഒഴുക്കുണ്ട്. കുറച്ച് വെള്ളം കൂടിയേ നീന്താൻ പറ്റത്തില്ല. നീ കെട്ടിക്കിടക്കണ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി എടുക്കത്തുമില്ല. ആരും റിസ്ക് എടുക്കത്തില്ല. മനസ്സിലായി. നീ റിസൈൻ ചെയ്തിട്ട് കണ്ണൻ്റെ കൂടെ ഷോപ്പിൽ പോ. ഏതാടാ? ഞാനോ? ഇല്ല, ഫസ്റ്റ് ടൈം. നമ്മൾ അന്ന് ഇവിടെ മാത്രമേ വന്നുള്ളൂ. പക്ഷെ ഇത് കൊള്ളാണോ അല്ലേ? ഇത് കൊള്ളാൻ കണ്ണ. ഇവിടെ അല്ല പാമ്പുള്ളത്. ആ സാധനം കൊള്ളാം അല്ലേ? ഇറങ്ങാൻ പറ്റും ഇവിടെ മഴ? ഒഴുക്കുണ്ട്. കണ്ണാണ്. ഞാൻ ഇവിടെ നിന്നോട്ടെ. എന്ത് കാണിക്കുന്നു? ഞാൻ വരും, ഞാൻ കൂടെ ചാടും പ്രതീക്ഷിക്കല്. പക്ഷെ ഒഴുക്ക് കുറവുള്ള ഒരു ദിവസം വരണം അല്ലേ? പാറയാണ്. എവിടെ? ആ, അത്രയും പൊക്കത്തിന് ഒഴിവുണ്ടാ. ഇത്രയും പൊക്കത്തിൽ വെള്ളം വന്നോണ്ടാണോ എങ്ങനെ ഇരിക്കുന്നത്? ഇതെന്നാ വന്ന ഇവിടെ? ഇവിടെ ഷർട്ടൊക്കെ ദേശത്തെ വഴി പന്നികളൊക്കെ കാണും. എടാ നൈസടാ. നമ്മുടെ ഗൈഡ് സിൽവർ. സിൽവർ നമുക്ക് കാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നേരെ കേറും. മുണ്ടന്നെ കൊടുത്തേക്കുന്നു. സത്യം ചാടിക്കൊത്തു വന്നു. ആർക്ക് മുളയെ കയറുന്നു? ചേട്ടാ അതിൻ്റെ അകത്ത് കയറിക്കും. വീട് തലയിൽ
ഒരുത്തൻ വരെ എങ്ങനെ നിൽക്കണം? ഓൾഡ് മാൻ എന്തിനാ എങ്ങനെ വേറെ കാര്യം ചിന്തയുടെ വേറെ കാര്യമുണ്ട്. രാവിലെ വീണ്ടും പോണം. ശരിയാ, രാവിലെ വെയിലത്തൊക്കെ നിക്കണം. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ നടണ്ട ഒരു കലമല്ലിട്ട് തലേക്ക് വന്നിച്ചായി. അച്ഛാ അവിടെ കൂടെ പോയി തെറ്റും. ഇത് കൊറേ വർഷമായി. കണ്ട് വീട്ടില് വെച്ചല്ലോ പൊട്ടി വീഴത്തില്ല. എനിക്കധികം റോഡിടിയുള്ളൂ. അത് കയ്യിലടിച്ചു. അത് ചെമ്പരത്തി ആയാലും മതിയല്ലോ. അപ്പോ ഇത് നാണ്ടേ, ഇതെടുത്തോ. ഓരോരുത്തരെ ആദ്യം പറഞ്ഞ ആരെന്നറിയാം എനിക്ക്? മരിച്ചില്ല കുഞ്ഞമ്മ. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടേ ആറ്റില് തോടെ നിലവിൽ. യൂട്യൂബിൽ വീണയും കാറിയിരിക്കുമ്പോ വേണ്ടല്ലോ. കാറിൽ വേണോ ക്ലാസ്? ഇപ്പം സമയം 11 മണിയായി. പടക്കം പൊട്ടിക്കാൻ പോകുന്നു. 11:21 വാച്ച് നോക്കിയാ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. ദീപാവലി
ഓ പാവാട കത്തിച്ചോറി അത് എന്തിനാണ് ആ വലിയ 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 വലുതാ അത് മറ്റേ 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 അവന്റെ കത്തിക്കടാ അതിൽ കത്തിക്കടാ ആറ് നിക്ക് ദിവ്യ അത് കറക്റ്റ് വച്ചുകൊടുത്തെങ്കിൽ കറങ്ങൂല മക്കളെ ആ കത്തി 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 അതെ തറച്ചക്കർ അച്ചുവിന്റെ ചൂക്ക് ഇത് നോക്കല്ലേ അഭിനയിക്കുക നിനക്ക് പേടിയില്ല? ഓരോ പടക്കം പഠിക്കും ഇവിടെ ഓരോ ഞെട്ടല്ല എന്റെ അച്ചുവേട്ടാ കാറ്ററിംഗ് എടാ ഇതുകൂടെ കത്തിക്കടാ പൊങ്ങുന്നേരം കത്തിക്ക് കത്തി കത്തി ഒന്നി കത്തി അത് അപ്പുറത്തെ കത്തിക്കോ അയ്യോ അതിന് കത്തിക്കണ്ട ചിലപ്പോ പൊട്ടും. ഹാപ്പി ദിവാലി. നീ പോണില്ലേ ഹാപ്പി ദിവാലി? വാടാ. ഹാപ്പി ദിവാലി. അയ്യോ തീർന്നു.
ഇത് കഴിഞ്ഞിട്ട് വയ്ക്കണം. ഗൈസ് വാ വാ. കുതിര നിന്ന് ഓടും, കുതിര ചാടും, കുതിര കണ്ടാൽ നിൽക്കും കുതിര. പറ മഴയോടുകൂടി മഴയോടുകൂടി ദീപാവലി. അതെ എന്താ പറഞ്ഞ ഒന്നുമില്ല, രാവിലെ കാണും. ഒരു ഒഫെൻസീവ് തിങ്സ് ഒഫൻസീവ് ഒന്നും പറയില്ല. മഴയോടുകൂടി ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ പനി പിടിച്ച് ചത്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം. ബൈ ദിവ്യ രാധാകൃഷ്ണൻ. മധു അവന്റെ കയ്യിൽ കൊടുക്കുക കണ്ണാ. അത് പേടിയാണ്. Thank you.